ടോപ്പ് ട്യൂഷനിലെ സ്റ്റാൻഡേർഡ് 9 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചാപ്റ്റർ 1 അഥവാ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്റർ പഠിക്കാം. ഈ യൂണിവേഴ്സിലെ ഏറ്റവും ചെറിയ ബിൽഡിംഗ് ബ്ലോക്കുകളിലേക്കുള്ള ഒരു യാത്രയാണിത്. നിങ്ങളുടെ നിത്യജീവിതത്തിൽ വളരെ ഫെമിലിയറായ സബ്സ്റ്റൻസുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവയിൽ അത്ഭുതപ്പെടുത്തുന്ന രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതായി കാണാം. ഓരോ സബ്സ്റ്റൻസും ഉണ്ടാക്കിയിരിക്കുന്നത് മോളിക്യൂളുകൾ എന്ന് വിളിക്കുന്ന വളരെ ചെറിയ പാർട്ടിക്കിളുകൾ കൊണ്ടാണ്. ഈ മോളിക്യൂളുകൾ വളരെ സ്പെഷ്യലായ പാർട്ടിക്കിളുകളാണ്, കാരണം അവ സബ്സ്റ്റൻസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുകയും ഫ്രീ ആയി നിലനിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ വ്യത്യസ്ത സബ്സ്റ്റൻസുകളിലെ മോളിക്യൂളുകൾ തമ്മിൽ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവ ഉണ്ടാക്കിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവന്റ് എലമെന്റ്സ് അടിസ്ഥാനമാക്കിയാണ് അവ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. അതുപോലെ അവയ്ക്കുള്ളിലെ കോൺസ്റ്റിറ്റ്യുവന്റ് ആറ്റങ്ങളുടെ സ്പെസിഫിക് റേഷ്യോ അടിസ്ഥാനമാക്കിയും അവ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ എലമെന്റ്സ് കൊണ്ട് നിർമ്മിച്ച ഒരു ഷുഗർ മോളിക്യൂൾ നോക്കുക. ഒരു ഷുഗർ മോളിക്യൂളിന്റെ കെമിക്കൽ ഫോർമുല C12H22O11 ആണ്. ഇതിനർത്ഥം ഷുഗറിലെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആറ്റങ്ങളുടെ റേഷ്യോ കൃത്യമായി 12:22:11 ആണ് എന്നാണ്. അതുപോലെ ഗ്ലൂക്കോസും കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ അതിന്റെ കെമിക്കൽ ഫോർമുല C6H12O6 ആണ്. ഇത് ഗ്ലൂക്കോസിന് പൂർണ്ണമായും വ്യത്യസ്തമായ 1:2:1 എന്ന ആറ്റം റേഷ്യോ നൽകുന്നു. വെള്ളം വളരെ സിമ്പിളാണ്. ഇത് ഹൈഡ്രജനും ഓക്സിജനും കൊണ്ട് മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളത്തിന്റെ കെമിക്കൽ ഫോർമുല H2O ആണ്. അതായത് അതിന്റെ ആറ്റങ്ങളുടെ റേഷ്യോ വെറും 2:1 ആണ്. മോളിക്യൂളുകൾ യഥാർത്ഥത്തിൽ ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നാൽ കഥ കുറച്ചുകൂടി ഡീപ്പ് ആകുന്നു, കാരണം ആറ്റങ്ങൾക്കുള്ളിൽ അവയേക്കാൾ ചെറിയ പാർട്ടിക്കിളുകൾ അടങ്ങിയിരിക്കുന്നു. ആറ്റത്തിനുള്ളിലെ അവിശ്വസനീയമാം വിധം ചെറിയ പീസുകളെ സബ് അറ്റോമിക് പാർട്ടിക്കിളുകൾ എന്ന് വിളിക്കുന്നു. നിങ്ങൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സബ് അറ്റോമിക് പാർട്ടിക്കിളുകളിൽ ഒന്നാണ് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ഡിസ്കവറി 1875-ൽ വില്യം ക്രൂക്സ് എന്ന ഫിസിസിസ്റ്റിലൂടെയാണ് ആരംഭിച്ചത്. ഒരു സീൽഡ് ഗ്ലാസ് ട്യൂബിലൂടെ ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി കടത്തിവിട്ട് അദ്ദേഹം വളരെ ഡേഞ്ചറസും എക്സൈറ്റിംഗുമായ എക്സ്പെരിമെന്റ്സ് നടത്തി. ഈ ഗ്ലാസ് ട്യൂബിന്റെ ഇരുവശത്തും ഇലക്ട്രോഡുകളായി പ്രവർത്തിക്കാൻ മെറ്റൽ പ്ലേറ്റുകൾ ഫിക്സ് ചെയ്തിരുന്നു. സാധാരണയായി വായു ഒരു ഇൻസുലേറ്ററായി പ്രവർത്തിക്കും, അതിനാൽ നോർമൽ പ്രഷറിൽ ട്യൂബിനുള്ളിലെ വായുവിലൂടെ ഇലക്ട്രിസിറ്റി കടന്നുപോകില്ല. എന്നിരുന്നാലും വായു പതിയെ ഇവാക്യുവേറ്റ് ചെയ്യാൻ വില്യം ക്രൂക്സ് ഒരു വാക്യൂം പമ്പ് ഉപയോഗിച്ചപ്പോൾ മാജിക്കലായ ഒന്ന് സംഭവിച്ചു. ട്യൂബിനുള്ളിലെ ലോ പ്രഷർ വായുവിലൂടെ ഇലക്ട്രിസിറ്റി കടന്നുപോകാൻ തുടങ്ങിയതായി അദ്ദേഹം കണ്ടു. ചെറിയ ഹോളുകളുള്ള ആനോഡ് എന്നറിയപ്പെടുന്ന പോസിറ്റീവ് ഇലക്ട്രോഡ് അദ്ദേഹം ഉപയോഗിച്ചപ്പോൾ ഇളം പച്ച നിറത്തിലുള്ള ഒരു ഗ്ലോ പ്രത്യക്ഷപ്പെട്ടു. സിങ്ക് സൾഫൈഡ് കൊണ്ട് പ്രത്യേകം കോട്ട് ചെയ്ത ആനോഡിനു പിന്നിലെ ഗ്ലാസ് വോളിൽ ഈ ബ്രൈറ്റ് ഗ്രീൻ ഗ്ലോ കണ്ടു. കാഥോഡ് എന്നറിയപ്പെടുന്ന നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്നും നേരിട്ട് എമിറ്റ് ചെയ്യുന്ന ഇൻവിസിബിൾ റേസ് കാരണമാണ് ഈ ഗ്ലോ ഉണ്ടായത് എന്ന് സയന്റിസ്റ്റുകൾ മനസ്സിലാക്കി. അവ കാഥോഡിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തതുകൊണ്ട് ഈ മിസ്റ്റീരിയസ് ബീംസ് കാഥോഡ് റേസ് എന്നറിയപ്പെട്ടു. ഈ കാഥോഡ് റേസിന്റെ വിവിധ ക്യാരക്ടറിസ്റ്റിക്സ് തിരിച്ചറിയാൻ പല സയന്റിസ്റ്റുകളും കൂടുതൽ എക്സ്പെരിമെന്റ്സ് നടത്തി. കാഥോഡ് റേസിന്റെ വഴിയിൽ നിങ്ങൾ ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റ് വെച്ചാൽ വ്യക്തമായ ഒരു ഷാഡോ ഉണ്ടാകുന്നതായി അവർ കണ്ടെത്തി. ഈ സിമ്പിൾ ഷാഡോ കാഥോഡ് റേസ് എപ്പോഴും പെർഫെക്റ്റ് സ്ട്രെയിറ്റ് ലൈൻസിലാണ് സഞ്ചരിക്കുന്നത് എന്ന് തെളിയിച്ചു. അവർ കാഥോഡ് റേസിന്റെ ഡയറക്റ്റ് പാത്തിൽ ഒരു ചെറിയ പാഡിൽ വീൽ വെച്ചു. റേസ് വീലിൽ ഇടിച്ചപ്പോൾ അത് യഥാർത്ഥത്തിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. കാഥോഡ് റേസ് നിർമ്മിക്കുന്ന പാർട്ടിക്കിളുകൾക്ക് യഥാർത്ഥത്തിൽ മാസ് ഉണ്ടെന്ന് ഈ അമേസിംഗ് ഒബ്സർവേഷൻ ഞങ്ങളെ സഹായിച്ചു. അടുത്തതായി സയന്റിസ്റ്റുകൾ ട്രാവൽ ചെയ്യുന്ന റേസിന്റെ ഇരുവശത്തും സ്ട്രോങ് ആയ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. കാഥോഡ് റേസ് ഇലക്ട്രിക് ഫീൽഡിന്റെ പോസിറ്റീവ് വശത്തേക്ക് ശക്തമായി അട്രാക്ട് ചെയ്യപ്പെടുന്നതായി അവർ ശ്രദ്ധിച്ചു. ഓപ്പോസിറ്റ് ചാർജുകൾ അട്രാക്ട് ചെയ്യുന്നതിനാൽ കാഥോഡ് റേസുകൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് ഇത് വ്യക്തമായി തെളിയിച്ചു. ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവയുടെ അടുത്തായി വെച്ചാൽ കാഥോഡ് റേസിന്റെ പാത്ത് ബെൻഡ് ചെയ്യുകയും ഡിഫ്ലക്ട് ചെയ്യുകയും ചെയ്തു. ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, ട്യൂബിനുള്ളിലെ ഗ്യാസ് മാറ്റിയാലും ഈ കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് ഒരിക്കലും മാറില്ല. ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ഏത് തരം മെറ്റൽ ഉപയോഗിച്ചാലും അവ കൃത്യമായി ഒരേപോലെ തുടരും. ഈ ചെറിയ നെഗറ്റീവ് പാർട്ടിക്കിൾസ് യൂണിവേഴ്സിലെ എല്ലാ സബ്സ്റ്റൻസുകളിലും ഉണ്ടെന്ന് ഈ സ്റ്റണ്ണിംഗ് ഫാക്ട് സൂചിപ്പിച്ചു. എല്ലായിടത്തും പ്രസന്റായ ഈ പാർട്ടിക്കിളുകൾക്ക് അവസാനം ഇലക്ട്രോണുകൾ എന്ന് പേര് നൽകി.
ഒരു ഇലക്ട്രോണിന്റെ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള റേഷ്യോ നിർണ്ണയിച്ചത് ജെ തോംസൺ എന്ന ഫേമസ് സയന്റിസ്റ്റാണ്. ഈ പ്രധാനപ്പെട്ട കാൽക്കുലേഷൻ E/m റേഷ്യോ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ വാല്യൂ 1.76 × 10⁻11 കൂളം പെർ കിലോഗ്രാം ആണ്. സയന്റിഫിക് വേൾഡ് തോംസന്റെ ബ്രില്യന്റ് സ്റ്റഡീസ് ആക്സെപ്റ്റ് ചെയ്തപ്പോൾ ആറ്റങ്ങളെക്കാൾ ചെറിയ പാർട്ടിക്കിളുകൾ യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് ഇത് ഔദ്യോഗികമായി തെളിയിച്ചു. 1906-ൽ ജെ തോംസന് അദ്ദേഹത്തിന്റെ ഇൻക്രെഡിബിൾ ഡിസ്കവറീസിന് ഫിസിക്സിൽ നൊബേൽ പ്രൈസ് ലഭിച്ചു. ജെ തോംസൺ റേഷ്യോ കണ്ടെത്തിയെങ്കിലും ഇലക്ട്രോണിന്റെ ചാർജും മാസും വെവ്വേറെ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നീട് റോബർട്ട് മില്ലിക്കൻ എന്ന മറ്റൊരു ക്ലെവർ സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റിലൂടെ ഈ പസിൽ സോൾവ് ചെയ്തു. ഒരു സിംഗിൾ ഇലക്ട്രോണിന് കൃത്യമായി 1.60 × 10⁻19 കൂലം നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് മില്ലിക്കൻ വിശ്വാസകരമായി കണ്ടെത്തി. ആ ചാർജ് ഉപയോഗിച്ച് ഒരു ഇലക്ട്രോണിന്റെ അവിശ്വസനീയമാം വിധം ചെറിയ മാസ് 9.1 × 10⁻31 കിലോഗ്രാം ആണെന്ന് അദ്ദേഹം കണക്കാക്കി. നെഗറ്റീവ് പാർട്ടിക്കിളുകൾ ഔദ്യോഗികമായി ഐഡന്റിഫൈ ചെയ്തപ്പോൾ ജെ തോംസൺ പ്ലം പുഡിംഗ് മോഡൽ എന്ന ഒരു പുതിയ ആശയം പ്രപ്പോസ് ചെയ്തു. അദ്ദേഹത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ അനുസരിച്ച് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ പോസിറ്റീവ് ചാർജുള്ള ഒരു വലിയ സ്ഫിയറിനുള്ളിൽ എംബെഡ് ചെയ്തിരിക്കുന്നു. ഈ സ്ഫിയറിനുള്ളിലെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും ആകെ എണ്ണം കൃത്യമായി തുല്യമായിരിക്കും എന്നദ്ദേഹം വിശ്വസിച്ചു. ഈ ഇക്വാളിറ്റി അർത്ഥമാക്കുന്നത് മുഴുവൻ ആറ്റവും ഓവറോൾ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും എന്നാണ്. എന്നാൽ തോംസൺ മോഡൽ പരാജയപ്പെട്ടു. കാരണം ഇതിന് പുതിയ പല എക്സ്പെരിമെന്റ്സിന്റെയും റിസൾട്ട്സ് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അത് പൂർണ്ണമായും റിജക്റ്റ് ചെയ്യപ്പെട്ടു. അതേ സമയത്ത് തന്നെ സയന്റിസ്റ്റുകൾ റേഡിയോ ആക്ടിവിറ്റി എന്ന ഒരു നാച്ചുറൽ ഫിനോമിനനെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. യുറേനിയം, തോറിയം തുടങ്ങിയ അൺസ്റ്റേബിൾ എലമെന്റ്സ് സ്വന്തമായി പവർഫുൾ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് റേഡിയോ ആക്ടിവിറ്റി. ഇത് 1896-ൽ ഹെൻറി ബെക്യുറൽ എന്നയാളാണ് കണ്ടെത്തിയത്. റേഡിയോ ആക്ടിവിറ്റിയുടെ ഫലമായി പ്രധാനമായും 3 തരം എനർജറ്റിക് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നു. അവ പോസിറ്റീവ് ചാർജും മാസുമുള്ള ആൽഫ റേസ്, നെഗറ്റീവ് ചാർജുള്ള ബീറ്റ റേസ്, യാതൊരു ചാർജും മാസുമില്ലാത്ത ഗാമ റേസ് എന്നിവയാണ്. ഈ അറിവ് 1911-ൽ ഏണസ്റ്റ് റദർഫോർഡിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമിന്റെ ഇൻക്രെഡിബിൾ ബ്രേക്ക് ത്രൂവിന് വഴിയൊരുക്കി. റദർഫോർഡും ഹാൻസ് ഗൈഗറും ഏണസ്റ്റ് മാർസ്ഡനും ചേർന്ന് വളരെ നേർത്ത ഒരു ഗോൾഡ് ഫോയിലിലേക്ക് ആൽഫ റേസ് ബോംബാർഡ് ചെയ്ത് ഒരു ബ്രില്യന്റ് എക്സ്പെരിമെന്റ് നടത്തി. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകളിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന ഈ ഹെവി ആൽഫ പാർട്ടിക്കിളുകൾ അദ്ദേഹം എടുത്ത് ഗോൾഡ് ആറ്റങ്ങളിലേക്ക് നേരിട്ട് എയിം ചെയ്തു. ഈ ആൽഫ പാർട്ടിക്കിളുകൾ ഗോൾഡ് ആറ്റങ്ങളിൽ ഇടിക്കുമ്പോൾ അവയുടെ പാത്ത് എങ്ങനെയാണ് ഡിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് കൃത്യമായി കണ്ടെത്താൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഗോൾഡ് ഫോയിലിന് ചുറ്റും ഒരു സ്പെഷ്യൽ ഫോട്ടോഗ്രാഫിക് ഫിലിം അറേഞ്ച് ചെയ്തിരുന്നു. റിസൾട്ട്സ് പരിശോധിച്ചപ്പോൾ റദർഫോർഡ് ശരിക്കും ഞെട്ടിക്കുന്ന ചില ഒബ്സർവേഷൻസ് നടത്തി. മിക്കവാറും ഹെവി ആൽഫ പാർട്ടിക്കിളുകളും ഗോൾഡ് ഫോയിലിലൂടെ യാതൊരു ഡിഫ്ലക്ഷനുമില്ലാതെ നേരെ കടന്നുപോകുന്നതായി അദ്ദേഹം കണ്ടു. ചില ആൽഫ പാർട്ടിക്കിളുകൾ അവയുടെ സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും ചെറിയ ഒരു ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായി അദ്ദേഹം ശ്രദ്ധിച്ചു. ഏറ്റവും അത്ഭുതകരമായ കാര്യം വളരെ കുറഞ്ഞ ആൽഫ പാർട്ടിക്കിളുകൾ, അതായത് 20,000-ൽ ഒന്ന് മാത്രം യഥാർത്ഥത്തിൽ 180 ഡിഗ്രി ആംഗിളിൽ നേരെ തിരിച്ചു ബൗൺസ് ചെയ്തു എന്നതായിരുന്നു. ഈ റിസൾട്ട്സിൽ നിന്നും മിക്കവാറും പാർട്ടിക്കിളുകളും നേരെ കടന്നുപോയതിനാൽ ഒരു ആറ്റത്തിന്റെ മുഴുവൻ ഭാഗവും യഥാർത്ഥത്തിൽ വെറും എംപ്റ്റി സ്പേസ് ആണെന്ന് റദർഫോർഡ് മനസ്സിലാക്കി. ചെറിയ രീതിയിൽ ഡിഫ്ലക്റ്റ് ചെയ്യപ്പെട്ട പാർട്ടിക്കിളുകൾ ആറ്റത്തിനുള്ളിലെ ഹെവിയായി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോസിറ്റീവ് ചാർജുള്ള ഒരു റീജിയണിന്റെ വളരെ അടുത്തുകൂടി കടന്നുപോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അത് അവയെ പുഷ് ചെയ്തു മാറ്റി. ഒരു ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും ഏതാണ്ട് മുഴുവൻ മാസും കേന്ദ്രഭാഗത്തുള്ള വളരെ ചെറിയ വോള്യൂമിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് റദർഫോർഡ് കൺക്ലൂഡ് ചെയ്തു. വളരെ ഡെൻസായ ഈ ചെറിയ സെന്റർ ആറ്റത്തിന്റെ ഓവറോൾ സൈസുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. ഈ വളരെ ഡെൻസായ പോസിറ്റീവ് സെന്ററിന് റദർഫോർഡ് ന്യൂക്ലിയസ് എന്ന് ഔദ്യോഗികമായി പേര് നൽകി. പിന്നോട്ട് ശക്തമായി ബൗൺസ് ചെയ്ത ആ ചുറഞ്ഞ ആൽഫ പാർട്ടിക്കിളുകൾ ഈ ഹാർഡ് ന്യൂക്ലിയസിലേക്ക് നേരെ ഇടിച്ച അൺലക്കി പാർട്ടിക്കിളുകളായിരുന്നു എന്ന് റദർഫോർഡ് കൺക്ലൂഡ് ചെയ്തു. റദർഫോർഡിന്റെ പുതിയ ആറ്റം മോഡൽ വ്യക്തമായി പറഞ്ഞത് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വളരെ വേഗത്തിൽ സർക്കുലാർ പാത്തുകളിൽ കറങ്ങുന്നു എന്നാണ്. ഇതിനെ റദർഫോർഡ് ഓർബിറ്റുകൾ എന്ന് വിളിച്ചു. ഇത് സൂര്യനെ ചുറ്റുന്ന പ്ലാനറ്റ്സിനെ പോലെ തോന്നിപ്പിക്കുന്നതിനാൽ ഈ ഫേമസ് ഐഡിയ ഒരു ആറ്റത്തിന്റെ പ്ലാനറ്ററി മോഡൽ എന്നാണ് പരക്കെ അറിയപ്പെടുന്നത്. എന്നിരുന്നാലും റദർഫോർഡിന്റെ മനോഹരമായ പ്ലാനറ്ററി മോഡലിന് വളരെ ഗുരുതരമായ ചില സയന്റിഫിക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു.
ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ നിയമങ്ങളനുസരിച്ച് സർക്കിളിൽ മൂവ് ചെയ്യുന്ന ഏതൊരു ചാർജ്ഡ് ബോഡിയും തുടർച്ചയായി എനർജി നഷ്ടപ്പെടുത്തുകയും എമിറ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് പോസിറ്റീവ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾക്ക് എപ്പോഴും അവയുടെ എനർജി നഷ്ടപ്പെടണം. അങ്ങനെ സംഭവിച്ചാൽ അവ അതിവേഗം ഉള്ളിലേക്ക് സ്പൈറൽ ചെയ്യുകയും ന്യൂക്ലിയസിലേക്ക് ശക്തമായി കൊലാപ്സ് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഈ ലോകം നിലനിൽക്കുന്നതുകൊണ്ടും ഓരോ സെക്കൻഡിലും ആറ്റങ്ങൾ കൊലാപ്സ് ചെയ്യാത്തതുകൊണ്ടും ഇത് തീർച്ചയായും സംഭവിക്കുന്നില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് റദർഫോർഡിന്റെ ആറ്റം മോഡൽ ഒരു ആറ്റത്തിന്റെ ഏറ്റവും ബേസിക്കായ സ്റ്റെബിലിറ്റി വിശദീകരിക്കുന്നതിൽ പരാജയപ്പെട്ടു. ന്യൂക്ലിയസിന്റെ യഥാർത്ഥ അളന്ന മാസ് പ്രോട്ടോണുകളെ മാത്രം അടിസ്ഥാനമാക്കി റദർഫോർഡ് കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാൾ വളരെ കൂടുതലായിരുന്നു എന്നത് മറ്റൊരു പ്രശ്നമായിരുന്നു. മാത്തമാറ്റിക്കലായ ഈ വ്യത്യാസം 1932 വരെ ഒരു വലിയ പസിലായി തുടർന്നു. ആ വർഷം ജെയിംസ് ചാഡ്വിക് എന്ന സയന്റിസ്റ്റ് ന്യൂക്ലിയസിനുള്ളിൽ പൂർണ്ണമായും ന്യൂട്രലായ അഡീഷണൽ പാർട്ടിക്കിളുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ഒടുവിൽ കണ്ടെത്തി. ഈ പാർട്ടിക്കിളുകൾക്ക് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് ഏകദേശം തുല്യമായ മാസുണ്ട്. അവയ്ക്ക് യാതൊരു ഇലക്ട്രിക്കൽ ചാർജുമില്ലാത്തതിനാൽ ജെയിംസ് ചാഡ്വിക് അവയ്ക്ക് പെർഫെക്റ്റായൊരു പേര് നൽകി: ന്യൂട്രോണുകൾ. പ്രോട്ടോണുകൾ, ഇലക്ട്രോണുകൾ, ന്യൂട്രോണുകൾ എന്നിവയെക്കുറിച്ചിപ്പോൾ അറിയാവുന്നതിനാൽ റദർഫോർഡിന്റെ കൊളാപ്സിംഗ് ആറ്റം പ്രോബ്ലം ആരെങ്കിലും പരിഹരിക്കേണ്ടതുണ്ടായിരുന്നു. ഈ ലിമിറ്റേഷൻസ് മറികടക്കാൻ ഒരു ബ്രില്യന്റ് ഡേനിഷ് സയന്റിസ്റ്റ് നീൽസ് ബോർ 1913 മുന്നോട്ട് വന്നു. വളരെ ക്ലെവറായ ചില മെയിൻ കോൺസെപ്റ്റുകളോടെ നീൽസ് ബോർ പുതിയൊരു ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തു. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വളരെ കൃത്യമായി ഫിക്സ് ചെയ്ത ഓർബിറ്റുകളിൽ മാത്രമേ ഇലക്ട്രോണുകൾ കറങ്ങുകയുള്ളൂ എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ഓരോ പ്രത്യേക ഓർബിറ്റിലുമുള്ള ഓരോ സിംഗിൾ ഇലക്ട്രോണിനും വളരെ ഡെഫിനിറ്റും സ്പെസിഫിക്കുമായ എനർജി ഉണ്ടായിരിക്കും. ഈ കർശന നിയമം കാരണം ഈ ഫിക്സ് ചെയ്ത ഓർബിറ്റുകളെ എനർജി ലെവൽസ് എന്നും ഔദ്യോഗികമായി വിളിക്കുന്നു. ഒരു ഇലക്ട്രോൺ അതിന്റെ സ്വന്തം പ്രത്യേക ഓർബിറ്റിൽ തുടരുകയും കറങ്ങുകയും ചെയ്യുന്നിടത്തോളം കാലം അതിന്റെ ടോട്ടൽ എനർജി ഒട്ടും മാറില്ല എന്ന് ബോർ വിശദീകരിച്ചു. എനർജി കൃത്യമായി സ്റ്റില്ലായി നിലനിൽക്കുന്നതിനാൽ ഈ സ്പെഷ്യൽ ഓർബിറ്റുകളെ സ്റ്റേഷനറി എനർജി ലെവൽസ് എന്ന് വിളിക്കാറുണ്ട്. ഡെൻസായ ന്യൂക്ലിയസിൽ നിന്ന് നിങ്ങൾ കൂടുതൽ അകന്നുപോകുന്തോറും ഓർബിറ്റിലെ എനർജി സ്വാഭാവികമായും കൂടുന്നു. ഒരു ഇലക്ട്രോൺ ഉയർന്ന എനർജി ഓർബിറ്റിൽ നിന്ന് കുറഞ്ഞ എനർജി ഓർബിറ്റിലേക്ക് ചാടുമ്പോൾ മാത്രമേ എനർജി പുറത്തേക്ക് എമിറ്റ് ചെയ്യപ്പെടുകയും റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. നേരെ മറിച്ച് ഒരു ഇലക്ട്രോണിന് കുറഞ്ഞ എനർജി ഓർബിറ്റിൽ നിന്ന് ഉയർന്ന എനർജി ഓർബിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ പുറത്തുനിന്നുള്ള എനർജി അബ്സോർബ് ചെയ്യണം. വരയ്ക്കാനും കാൽക്കുലേറ്റ് ചെയ്യാനും എളുപ്പമാക്കാൻ ഈ ഓർബിറ്റുകളെ നമ്പർ ചെയ്ത സിംപിൾ നമ്പറുകൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. ബോറിന്റെ വർക്കിനെ തുടർന്ന് വന്ന സയന്റിഫിക് സ്റ്റഡീസിൽ ഈ നമ്പർ ചെയ്ത എനർജി ലെവൽസിനെ ഷെല്ലുകൾ എന്നും വിളിക്കാൻ തുടങ്ങി. നമ്പർ ചെയ്ത എനർജി ലെവലുകളായ 1, 2, 3, 4 എന്നിവ ലെറ്റർ ചെയ്ത ഷെല്ലുകളായ K, L, M, N എന്നിവയ്ക്ക് കൃത്യമായി തുല്യമാണെന്ന് കണക്കാക്കുന്നു. സബ് അറ്റോമിക് പാർട്ടിക്കിളുകൾ എവിടെയാണ് ജീവിക്കുന്നത് എന്ന് നമുക്കിപ്പോൾ അറിയാം. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ന്യൂക്ലിയസിനുള്ളിൽ സേഫായി പാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇലക്ട്രോണുകൾ ഷെല്ലുകളിൽ കറങ്ങുന്നു. ഈ ചെറിയ ആറ്റത്തിന്റെ മാസ് എപ്പോഴും യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന ഒരു സ്പെഷ്യൽ മെഷർമെന്റ് ഉപയോഗിച്ചാണ് പറയുന്നത്. പ്രാക്ടിക്കൽ ഉപയോഗത്തിനായി ഒരു പ്രോട്ടോണിന് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് മാസ് ഉണ്ടെന്നും ഒരു ന്യൂട്രോണിനും ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് മാസ് ഉണ്ടെന്നും നമ്മൾ പറയുന്നു. എന്നിരുന്നാലും ഒരു ഇലക്ട്രോണിന്റെ മാസ് അവിശ്വസനീയമായ വിധം ചെറുതാണ്. മാത്തമാറ്റിക്കലി അത് ഒരു സിംഗിൾ പ്രോട്ടോണിന്റെ മാസിന്റെ 1/1837 ഭാഗം മാത്രമാണ്. ഇത് അവിശ്വസനീയമായ വിധം ലൈറ്റായതിനാൽ ദിനംപ്രതിയുള്ള പ്രാക്ടിക്കൽ കെമിസ്ട്രി കാൽക്കുലേഷൻസിൽ നമ്മൾ സാധാരണയായി ഇലക്ട്രോണിന്റെ മാസ് പൂർണ്ണമായും 0 കണക്കാക്കുന്നു. ആറ്റത്തിന്റെ സ്ട്രക്ചർ ഇപ്പോൾ നിങ്ങൾക്കറിയാമെങ്കിൽ ഇനി അറ്റോമിക് നമ്പറിനെക്കുറിച്ചും മാസ് നമ്പറിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കണം. ഒരു ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ. കാരണം ആറ്റം ഏത് എലമെന്റിൽ ഉൾപ്പെടുന്നു എന്ന് പൂർണ്ണമായും നിർണ്ണയിക്കുന്നത് ഇതാണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ ഔദ്യോഗികമായി അറ്റോമിക് നമ്പർ എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ സയന്റിഫിക് ഫോർമുലാസിലും അറ്റോമിക് നമ്പർ ക്യാപിറ്റൽ ലെറ്ററായ Z ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു നോർമൽ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയതിനാൽ അറ്റോമിക് നമ്പർ പുറത്ത് കറങ്ങുന്ന നെഗറ്റീവ് ഇലക്ട്രോണുകളുടെ ആകെ എണ്ണത്തിന് കൃത്യമായി തുല്യമാണ്. എന്നിരുന്നാലും ആറ്റത്തിന്റെ ഓവറോൾ മാസ് വരുന്നത് സെന്ററിൽ പാക്ക് ചെയ്യപ്പെട്ട ഹെവി പാർട്ടിക്കിളുകളിൽ നിന്നാണ്.
അതുകൊണ്ട് ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ പാക്ക് ചെയ്യപ്പെട്ട പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ മാസ് നമ്പർ എന്ന് വിളിക്കുന്നു. സയൻസിൽ ഈ ഹെവി മാസ് നമ്പർ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററായ എ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു ആറ്റത്തിനുള്ളിലെ ന്യൂട്രൽ ന്യൂട്രോണുകളുടെ കൃത്യമായ എണ്ണം നിങ്ങൾക്ക് കണ്ടെത്തണമെങ്കിൽ ഒരു ചെറിയ സബ്ട്രാക്ഷൻ ചെയ്താൽ മതി. നിങ്ങൾ ടോട്ടൽ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ മതി. അത് A-Z എന്ന ഫോർമുല പോലെയിരിക്കും. സയന്റിസ്റ്റുകൾ ഒരു ആറ്റത്തെ കെമിക്കൽ സിംബർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോഴെല്ലാം അവർ ഈ നമ്പറുകൾ വളരെ സ്പെസിഫിക് ആയ സ്ഥലങ്ങളിലാണ് എഴുതുന്നത്. അവർ ഹെവി മാസ് നമ്പർ മുകളിൽ ഇടതുമൂലയിലും അറ്റോമിക് നമ്പർ താഴെ ഇടതുമൂലയിലും കൃത്യമായി അലൈൻ ചെയ്ത് ഭംഗിയായി എഴുതുന്നു. ഇപ്പോൾ ഈ കറങ്ങുന്ന ഇലക്ട്രോണുകളെയെല്ലാം നമ്മൾ ബോറിന്റെ വിവിധ ഷെല്ലുകളിലേക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യും? ഒരു ആറ്റത്തിനുള്ളിലെ ഇലക്ട്രോണുകളുടെ അറേഞ്ച്മെന്റ് എപ്പോഴും ചില മാത്തമാറ്റിക്കൽ നിയമങ്ങൾക്ക് കർശനമായി വിധേയമായാണ് ചെയ്യുന്നത്. ഏതൊരു ഓർബിറ്റിലും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം 2n² എന്ന സിമ്പിൾ ഫോർമുല ഉപയോഗിച്ചാണ് കണക്കാക്കുന്നത് എന്നാണ് ആദ്യത്തെ നിയമം. ഈ മാത്തമാറ്റിക്കൽ ഫോർമുലയിൽ n എന്ന ലെറ്റർ നിങ്ങൾ നോക്കുന്ന സ്പെസിഫിക് ഓർബിറ്റ് നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് K ഷെല്ലായ ആദ്യ ഓർബിറ്റിന് പരമാവധി എണ്ണം വെറും 2 ഇലക്ട്രോണുകളാണ്. L ഷെൽ എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ ഓർബിറ്റിന് പരമാവധി 8 ഇലക്ട്രോണുകൾക്ക് കറങ്ങാൻ കണക്കനുവദിക്കുന്നു. കുറഞ്ഞ എനർജി ഓർബിറ്റുകൾ പൂർണ്ണമായി നിറഞ്ഞതിനു ശേഷം മാത്രമേ ഉയർന്ന എനർജി ഓർബിറ്റുകളിൽ ഇലക്ട്രോണുകൾ സാധാരണയായി ഫിൽ ചെയ്യുകയുള്ളൂ. ഏതൊരു ആറ്റത്തിന്റെയും ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ സേഫായി അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കൃത്യമായി 8 എന്നത് വളരെ സ്പെഷ്യലായ മൂന്നാമത്തെ നിയമമാണ്. ഇലക്ട്രോണുകളെ അവയുടെ ശരിയായ ഓർബിറ്റുകളിലേക്ക് ഫിൽ ചെയ്യുന്ന രീതിയുടെ ഈ വ്യക്തവും ഓർഗനൈസ്ഡുമായ റെപ്രസെന്റേഷനെ ഔദ്യോഗികമായി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിനായി, ഒരു അലുമിനിയം ആറ്റത്തിന് അറ്റോമിക് നമ്പർ 13 ആണ്. അതിന്റെ അർത്ഥം അതിന് കൃത്യമായി 13 ഇലക്ട്രോണുകൾ അറേഞ്ച് ചെയ്യാനുണ്ട് എന്നാണ്. നിയമങ്ങളനുസരിച്ച് നമ്മൾ K ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ ഇടുന്നു, L ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉപയോഗിച്ച് പൂർണ്ണമായി നിറയ്ക്കുന്നു. ബാക്കിയുള്ള 3 ഇലക്ട്രോണുകൾ M ഷെല്ലിലേക്ക് സാവധാനം വയ്ക്കുന്നു. ഒരേ എലമെന്റിലെ എല്ലാ ആറ്റങ്ങളും പരസ്പരം പൂർണ്ണമായും ഐഡന്റിക്കൽ ആയിരിക്കുകയുമില്ല. ചിലപ്പോൾ ഒരേ അറ്റോമിക് നമ്പറുള്ള എന്നാൽ പൂർണ്ണമായും വ്യത്യസ്തമായ മാസ് നമ്പറുകളുള്ള അതേ എലമെന്റിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വിചിത്രമായ സിബ്ലിംഗ് ആറ്റങ്ങളെ സയന്റിഫിക്കായി ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നു. അവയ്ക്ക് കൃത്യമായി ഒരേ എണ്ണം പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും ഉള്ളതിനാൽ ഐസോടോപ്പുകൾ എപ്പോഴും പരസ്പരം ഒരേ കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. എന്നിരുന്നാലും അവയ്ക്കുള്ളിൽ വ്യത്യസ്ത എണ്ണം ഹെവി ന്യൂട്രോണുകൾ ഉള്ളതിനാൽ അവയുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കും. ഹൈഡ്രജന് 3 ഫേമസ് ആയ നാച്ചുറൽ ഐസോടോപ്പുകൾ ഉള്ളതിനാൽ ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഒന്നാമത്തേതിനെ പ്രോട്ടിയം എന്ന് വിളിക്കുന്നു. ഇതിന്റെ മാസ് നമ്പർ 1 ആണ്. ഇതിന്റെ ന്യൂക്ലിയസിൽ ന്യൂട്രോണുകൾ പൂർണ്ണമായുമില്ല. രണ്ടാമത്തേതിനെ ഡ്യൂട്ടീരിയം എന്ന് വിളിക്കുന്നു. ഇതിന് കൃത്യമായി ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉള്ളതിനാൽ ഇതിന്റെ മാസ് നമ്പർ 2 ആണ്. ഒരു പ്രോട്ടോണും 2 ഹെവി ന്യൂട്രോണുകളും ഒരുമിച്ച് പാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന 3 മാസ് നമ്പറുള്ള ട്രിഷ്യമാണ് ഏറ്റവും ഭാരമേറിയ മൂന്നാമത്തെ ഐസോടോപ്പ്. റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പായ C14 ചരിത്രകാരന്മാരും സയന്റിസ്റ്റുകളും പ്രശസ്തമായി ഡൈനസോർ ഫോസിലുകളുടെ കൃത്യമായ പ്രാചീന കാലപ്പഴക്കം നിർണ്ണയിക്കാൻ പ്രശസ്തമായി ഉപയോഗിക്കുന്നു. അവസാനമായി, ചിലപ്പോൾ പ്രകൃതി ഒരു ട്രിക്ക് പ്ലേ ചെയ്യുകയും ഒരേ മാസുള്ള തികച്ചും വ്യത്യസ്ത എലമെന്റ്സിനെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പൂർണ്ണമായും വ്യത്യസ്ത അറ്റോമിക് നമ്പറുകളുള്ള തികച്ചും വ്യത്യസ്ത എലമെന്റ്സിലെ ആറ്റങ്ങളെ ഐസോബാറുകൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന്, ആർഗൺ, പൊട്ടാസ്യം, കാൽസ്യം എന്നിവയ്ക്കെല്ലാം 18, 19, 20 എന്നിങ്ങനെ തികച്ചും വ്യത്യസ്ത അറ്റോമിക് നമ്പറുകളുണ്ടെങ്കിലും അവിശ്വസനീയമെന്ന് പറയട്ടെ, അവയെല്ലാം ഒരേ മാസ് നമ്പർ 40 ഷെയർ ചെയ്യുന്നു. ഇതിന്റെ അർത്ഥം അവ തികച്ചും വ്യത്യസ്ത കെമിക്കലുകളാണെങ്കിലും അവയുടെ ന്യൂക്ലിയസിൽ പാക്ക് ചെയ്യപ്പെട്ട പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണം തികച്ചും തുല്യമാണ് എന്നാണ്. അങ്ങനെ ആറ്റത്തിന്റെ അതിശയകരമായ ഇൻവിസിബിൾ ലോകം നിങ്ങൾ കീഴടക്കി. എന്നാൽ ആറ്റത്തിന്റെ സ്ട്രക്ചറും അതിലെ പാർട്ടിക്കിളുകളും പഠിച്ചുകൊണ്ട് നമ്മൾ കെമിസ്ട്രിയുടെ അടിസ്ഥാനം മനസ്സിലാക്കി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Top Tuition Online for Kerala, offline for Palakkad. Join us today.